ആപ്പിൾ വാച്ച് അൾട്രയുടെ മലയാളം റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിൾ ഈ വർഷം ഇറക്കിയ വാച്ചിനകത്ത് വെച്ച് അവരുടെ ഒരു പ്രീമിയം വേർഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ആപ്പിൾ വാച്ച് അൾട്ര. അത് ഈ വാച്ചിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇത്രയും നാൾ കിട്ടിയ ആപ്പിൾ വാച്ച് ഡിസൈനിൽ നിന്ന് വ്യത്യാസം വന്നേക്കുന്ന ഒരു ഡിസൈനാണ്. അതും ആപ്പിൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ അത്ലീറ്റ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വാച്ചാണ് ഈ ആപ്പിൾ വാച്ച് അൾട്ര എന്നാണ്. അത് നമുക്കിതിൻ്റെ അൺബോക്സിംഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല വ്യത്യസ്തമായ ഒരു അൺബോക്സിംഗ് ആണ്. അത് മാത്രമല്ല അൺബോക്സിംഗ് എക്സ്പീരിയൻസും വളരെ നല്ല തന്നെയാണ്. അതായത് വാച്ചിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റിനകത്താണ് തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസൻറ്റേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും ഈ വാച്ചിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റേനിയം കേസിംഗ് വരുന്ന ഒറ്റ സൈസ് അല്ലെങ്കിൽ ഒറ്റ വേരിയൻറ്റ് ആപ്പിൾ വാച്ച് അൾട്ര മാത്രമേ ഉള്ളൂ. അത് ഈ വാച്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 49mm ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാൻഡാണ്. അപ്പോൾ ബാൻഡിനകത്ത് നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ആൽപൈൻ ലൂപ്പാണ്. അപ്പോൾ ആൽപൈൻ ലൂപ്പിനകത്ത് തന്നെ എൻ്റെ കളർ എന്ന് പറയുന്നത് സ്റ്റാർലൈറ്റ് ആൽപൈൻ ലൂപ്പാണ്. അതും നമ്മൾ ഈ ലൂപ്പ് എടുക്കാൻ നേരത്ത് ഈ ആൽപൈൻ ലൂപ്പ് എടുക്കാൻ നേരത്ത് നമുക്ക് പല സൈസ് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് സ്മോൾ സൈസ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ മീഡിയം, ലാർജ് ആണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ്. അതിലൂടെ ഓരോ ടൈപ്പ് ബാൻഡ് ഓരോ തരത്തിലുള്ള അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അതായത് ആൽപൈൻ ലൂപ്പ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ അഡ്വഞ്ചറേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മളൊരു റെഗുലർ യൂസർ ആണെങ്കിലും നമുക്കും ആപ്പിൾ വാച്ച് അൾട്ര വാങ്ങിക്കാൻ നേരത്ത് നല്ലൊരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും അതിനൊക്കെ തന്നെ വലിയ ഡിസ്പ്ലേ ആണ്. അതുപോലെ ഈ ആപ്പിൾ വാച്ച് അൾട്രയുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ 89,900 ഇന്ത്യൻ റുപ്പീസ് ആണ്. അപ്പോൾ ഒരു പ്രീമിയം വേർഷൻ തന്നെയാണ്. അതും ഞാനിവിടെ അൺബോക്സിംഗ് ചെയ്ത് കഴിഞ്ഞ് വാച്ച് എടുത്തപ്പോൾ ആദ്യം ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ ഉപയോഗിച്ചത് 44mm സീരീസ് 5 ആപ്പിൾ വാച്ച് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല വലിയൊരു വാച്ച് തന്നെയാണ് ഈ ആപ്പിൾ വാച്ച് അൾട്ര എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല വലുതെന്ന് പറഞ്ഞാലും നമുക്കങ്ങനെ വെയിറ്റ് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നാൾ കണ്ട ആ ഒരു കേർവ് ഡിസൈൻ മാറിയിട്ട് കുറച്ചും കൂടെ ഒരു ബോക്സ് ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഡിസൈനാണ്. അത് മാത്രമല്ല ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതുകൂടെ ബാൻഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കയ്യിലിട്ട സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര അസ്വസ്ഥതയോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ വാച്ചിൻ്റെ ഡിസൈൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിങ് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ടൈറ്റേനിയം ആണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ കളർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കളർ മാത്രമേ വരുന്നുള്ളൂ. അതായത് നമുക്ക് ബ്ലാക്ക് വേരിയൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു കളർ ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ഇവിടെ നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ക്രൗൺ ഗാർഡ് വന്നിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ ക്രൗൺ എന്ന് പറയുന്നത് ഈ ഒരു ഗാർഡിനകത്താണ് നിൽക്കുന്നത്. അതും ഇവിടുത്തെ ഡിജിറ്റൽ ക്രൗൺ നമുക്ക് സാധാരണ വരുന്ന ആപ്പിൾ വാച്ചിൻ്റെ കാട്ടിയും കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ആപ്പിൾ പറഞ്ഞേക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഗ്ലൗസ് ഇട്ടാലും ഉപയോഗിക്കാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തേക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് സഫയർ ഗ്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സ്ക്രാച്ച് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഷാറ്റർ പ്രൂഫും ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആപ്പിൾ മാർക്കറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതായത് എക്സ്ട്രീം ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഈ വാച്ചിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാച്ചിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് 100 മീറ്റർ വരെ പോകുന്നുണ്ട്. പിന്നെ ഇതിന് മെൽ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ഉണ്ട്. പിന്നെ IP6X റേറ്റിംഗ് കിട്ടുന്നുണ്ട്. അതും ഈ വാച്ചിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓറഞ്ച് ബട്ടനാണ്. ഇത് എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്ന ഒരു ബട്ടനാണ്. ഇതിന് ആപ്പിൾ പറഞ്ഞേക്കുന്ന ആക്ഷൻ ബട്ടനാണ്. നമുക്കിത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പ്രീസെറ്റ്സിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിനോ അപ്പോൾ അതിനൊക്കെ വേണ്ടി ഈ ബട്ടനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സ് എടുക്കുവാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഡ്യുവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ആപ്പിൾ വാച്ചിനെ കാട്ടിയും നല്ല ലൗഡായിട്ടാണ് വരുന്നത്. അത് ഈ സ്പീക്കേഴ്സ് ഇങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 86 ഡെസിബൽ സൈറൻ ഇടാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് നമ്മുടെ വഴി തിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ അലേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 86 ഡെസിബൽ സൈറൻ ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കേട്ടു നോക്കുക. എനിക്കത് ഭയങ്കര ലൗഡായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫ്രീക്വൻസി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതായത് നമ്മൾ എത്ര ദൂരെ നിന്നാലും ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൊരു ഫ്രീക്വൻസി ആയിരിക്കും. പിന്നെ അതിനൊക്കെ ഈ വാച്ചിൻ്റെ GPS വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഡ്യുവൽ പ്രിസിഷൻ GPS ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ GPS ട്രാക്കിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഈ വാച്ച് ചെയ്തേക്കുന്നത്. അതും ഇതൊക്കെയല്ല എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. എനിക്ക് ഇതിനെക്കാട്ടിയും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഈ വാച്ച് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ബാറ്ററി സൈസും മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് ആപ്പിൾ പറഞ്ഞേക്കുന്ന 36 മണിക്കൂർ വരെ പോകുന്നതാണ്. അതായത് ഏതാണ്ട് ഒരു 1.5 ദിവസത്തേക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് ആപ്പിൾ പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് നോർമൽ യൂസിലാണ് അങ്ങനെ വരേണ്ടത്. അതും എൻ്റെ ഉപയോഗത്തിനകത്ത് എനിക്ക് 2 ദിവസം വരെ പോകുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് സ്ലീപ്പ് ട്രാക്കിങ് കിട്ടാൽ പോലും 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എനിക്ക് ഈ വാച്ചിനകത്ത് കിട്ടുന്നുണ്ട്. അതും ആപ്പിൾ ഇതിനകത്ത് അപ്ഡേറ്റ് വഴി പുതിയൊരു ലോ പവർ മോഡ് ഓപ്ഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം 60 മണിക്കൂറത്തേക്ക് നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് നല്ല കൂടിയ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു വാച്ച് തന്നെയാണ്
ഈ ആപ്പിൾ വാച്ച് അൾട്ര. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നതായിരുന്നു എനിക്ക് സാധാരണയുള്ള ആപ്പിൾ വാച്ചിനകത്തുള്ള ഒരു പ്രശ്നം. അത് ബാറ്ററി ലാസ്റ്റ് ചെയ്യത്തില്ല. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് വർക്കൗട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് ബാറ്ററി നല്ലോണം കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇറങ്ങിയ ആപ്പിൾ വാച്ച് സീരീസ് 8 കണക്ക് തന്നെയാണ്. അതായത് നമുക്ക് മുമ്പുള്ള കണക്ക് തന്നെയാണ്. ഹാർട്ട് റേറ്റ് സെൻസറും അത് കണക്ക് തന്നെ ഇപ്പം ടെമ്പറേച്ചർ സെൻസറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇത്രയും നാൾ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചതിനകത്ത് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാക്കിംഗ് അത്യാവശ്യം പ്രിസൈസ് ആണ്. അതായത് നമുക്ക് എററൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ആപ്പിൾ വാച്ചിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ അൾട്ര വാച്ചിനകത്തും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഡിസ്പ്ലേയും അടുത്തൊരു വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട കാര്യമാണ്. ഈ ഡിസ്പ്ലേയുടെ സൈസ് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ 49mm കേസിംഗ് ആണ്. അത് ഈ ഡിസ്പ്ലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ വാച്ചിനകത്ത് ഡിസ്പ്ലേ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ അതിലൂടെ തന്നെ ഈ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ 2000 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന സമയത്തും എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആപ്പിൾ വാച്ച് അൾട്രയ്ക്കകത്ത് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും നാൾ എൻ്റെ ആപ്പിൾ വാച്ചിനകത്ത് അങ്ങനത്തെ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം അത് ഒരുപാട് ഡിമ്മായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് ആ ഡിസ്പ്ലേ ആപ്പിൾ വാച്ച് സീരീസ് 5ൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഡിമ്മായിട്ടുള്ള രീതിയിലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതും ഈ ആപ്പിൾ വാച്ച് അൾട്രയ്ക്ക് ഒറ്റൊരു വേരിയൻറ്റേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. ഈ വാച്ചിനകത്ത് LTE സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് സെല്ലുലാർ കണക്ടിവിറ്റി വരുന്ന ഒരു വാച്ച് തന്നെയാണ് ആപ്പിൾ വാച്ച് അൾട്ര. അതായത് നമുക്ക് വേറൊരു വേരിയൻറ്റ് എടുക്കണ്ട. ഇപ്പോൾ നമ്മൾ സാധാരണ ആപ്പിൾ വാച്ച് 8 അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് SE ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് നോർമൽ വേർഷൻ ഉണ്ട്. അതായത് നമുക്ക് വൈഫൈ വേർഷനും ഉണ്ട്, LTE വേർഷനും ഉണ്ട്. അപ്പോൾ ഈ വാച്ചിനകത്ത് അങ്ങനെയല്ല. അത് നമുക്ക് വൈഫൈയും LTEയും കൂടെ ഒരുമിച്ച് വന്നേക്കുന്ന ഒരു വേരിയൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വേരിയൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എടുക്കാൻ നേരത്തെ ഇതിനകത്ത് LTE സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതി സിം ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഈ വാച്ചിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വർഷം ഇറങ്ങിയ ആപ്പിൾ വാച്ചിനകത്ത് എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആപ്പിൾ വാച്ച് എടുത്താലും നമുക്ക് കിട്ടാൻ പോണ പെർഫോമൻസ് ഒന്ന് തന്നെ ആയിരിക്കും. കാരണം എല്ലാ വാച്ചിനകത്ത് ഉപയോഗിച്ചേക്കുന്ന S8 ഡ്യുവൽ കോർ പ്രോസസ്സറാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നമുക്ക് W3 ആപ്പിൾ വയർലെസ് ചിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ U1 ചിപ്പും വരുന്നുണ്ട്, അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പൊക്കെ വരുന്നുണ്ട്. അതുകൂടെ പെർഫോമൻസിൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ സ്ലോ ആകുന്ന കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വാച്ചിനകത്ത് അങ്ങനെ വലിയ ലാഗും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പോകില്ല. കാരണം നമ്മൾ ഒരുപാട് ഇൻട്രാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം നോക്കും. പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ ഫിറ്റ്നസ് കാര്യങ്ങൾ നോക്കും, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുമെങ്കിൽ നമ്മൾ അത് നോക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആപ്പിൾ വാച്ചിനകത്ത് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇഷ്യൂസ് ആപ്പിൾ വാച്ചിനകത്ത് വരത്തില്ല. അപ്പോൾ അത് ഈ അൾട്രയ്ക്കകത്തും അങ്ങനെ തന്നെയാണ്. അത് ഈ ആപ്പിൾ വാച്ച് അൾട്ര ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വാച്ചിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് ഞാൻ ഉപയോഗിച്ച ആപ്പിൾ വാച്ചിനകത്ത് വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് ആപ്പിൾ വാച്ച് അൾട്ര തന്നെയാണ്. പക്ഷേ ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ഈ പ്രൈസിന് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഭയങ്കര അഡ്വഞ്ചർ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, അതായത് നമ്മളിപ്പം സീ ഡൈവിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു മൗണ്ടൻ ഹൈക്കിങ്ങോ അങ്ങനത്തെ കാര്യത്തിന് പോവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഉപയോഗങ്ങൾ കിട്ടുമായിരിക്കും ഈ വാച്ചിനകത്ത്. പക്ഷേ നമുക്ക് റെഗുലർ യൂസ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. എനിക്കിതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടിയത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും ഈ ഡിസ്പ്ലേ വലുതായപ്പോഴത്തേക്കും ആ ഇൻട്രാക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വളരെ സംശയമുള്ള കാര്യത്തിനകത്ത് എനിക്ക് വലിയ പ്രശ്നം വരാതിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൈക്ക് ഒരുപാട് കനമൊന്നും ഇല്ലെങ്കിലും ഈ വാച്ച് കൈ കിടക്കുമ്പോൾ അങ്ങനെ ഭയങ്കര വൃത്തിയുടെ തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഈ വാച്ചിൻ്റെ വെയിറ്റ് 61.3 grams ആണെങ്കിലും ഒരുപാട് വെയിറ്റ് ഉള്ള കാര്യമൊന്നും അറിയുന്നുമില്ല. അതായത് നമുക്ക് കയ്യിലിടുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് കൈ അനക്കുമ്പോൾ തന്നെ നമ്മുടെ മൂവ്മെൻറ്റിനകത്തൊന്നും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പം അങ്ങനത്തെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാച്ചും നമ്മൾ ആപ്പിൾ വാച്ച് സീരീസ് 8 കൂടെ നോക്കുവാണെങ്കിൽ ആപ്പിൾ വാച്ച് സീരീസ് 8ൻ്റെ GPS വേരിയൻറ്റ് ബേസ് വേരിയൻറ്റിന് നമുക്ക് ഇതിൻ്റെ പകുതി വിലയുള്ളൂ. അപ്പോൾ ആ വിലയ്ക്ക് നമുക്ക് അങ്ങനത്തെ ഒരു വാച്ച് കിട്ടുമ്പം ആ വാച്ച് എന്ന് പറയുന്നത് ഈ വാച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് നമുക്ക് റെഗുലർ യൂസ് ആണെങ്കിൽ നമുക്ക് ആ വാച്ച് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബാറ്ററി ബാക്കപ്പ് കുറവാണ്. പിന്നെ ഡിസ്പ്ലേ സൈസും കുറച്ച് കുറവാണ്. പക്ഷെ നമുക്ക് അത്രയും പ്രൈസിനകത്തൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേയും ഇത്രയും ബാറ്ററി ബാക്കപ്പും വേണം. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മസ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ അൾട്ര വാച്ച് നോക്കിയാൽ മതി. അല്ല നിങ്ങൾ ഒരുപാട് അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ അൾട്ര വാച്ച് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അല്ല നിങ്ങളൊരു റെഗുലർ യൂസർ ആണെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ്ങിനുള്ളൊരു വേർത്ത് നമ്മൾ ഇതിനകത്ത് എന്തായാലും ചെയ്യാൻ പോകില്ല. അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. നിങ്ങൾക്ക് എന്താണ് ഈ ആപ്പിൾ വാച്ച് അൾട്രയെ പറ്റി തോന്നുന്നത്? ആ കാര്യം കമൻറ്റ് സെക്ഷനിൽ പറയുക. അതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.